ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാന്റ് ലവേഴ്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ അയക്കുന്ന വീഡിയോ വേഗം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ടാണ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ വീഡിയോ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാറുണ്ട്. ഓൾമോസ്റ്റ് കമൻറ്റ് ബോക്സിലും കൊടുക്കാറുണ്ട്. കമൻറ്റ് ബോക്സിൽ ചിലതിലൊക്കെ ഞാൻ മറന്നു പോകും, പക്ഷേ ഡിസ്ക്രിപ്ഷൻസിൽ എല്ലാ വീഡിയോസിലും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിൽ ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജോയിൻ ആയിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ പുതിയ പ്ലാൻസിൻ്റെ അപ്ഡേഷൻസും എല്ലാ ഗ്രൂപ്പിലും ഓൾമോസ്റ്റ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എങ്കിലും റെയർ പ്ലാന്റ്സോ ചെറിയ കളക്ഷൻസോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഡയറക്റ്റ് ജോയിൻ ആവാവുന്നതാണ് കേട്ടോ. ചെടികളെ സ്നേഹിക്കുന്നവരും പൂക്കളെ ഇഷ്ടപ്പെടാത്തവരുമായിട്ട് ആരും തന്നെ ഇല്ല. ഈ ഒരു വർണ്ണവസന്തം, നമ്മുടെ ഈ ബോഗൻവില്ല ഇപ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും എങ്ങനെയൊക്കെ വർണ്ണിക്കണം എന്നുള്ളത് നമുക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എങ്ങനെയൊക്കെ ഇങ്ങനെ ഐഡിയ കിട്ടി അങ്ങനെയൊക്കെ എഴുതണമെന്നുള്ളതും ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ ചെയ്യേണ്ട മെസ്സേജുകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. മെയിൻലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അയക്കുന്ന ഓരോ വീഡിയോസിലും നന്നായിട്ട് പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നവരും പൂക്കളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഭാവനകളെ നന്നായിട്ട് എഴുതിക്കോളൂ. നമ്മൾ അതിൽ നിന്നും ഒരു കമൻറ്റ് പിക്കറിലൂടെ ഓരോ വീഡിയോസിൽ നിന്നും ഏറ്റവും നല്ല കമൻറ്റ് ചൂസ് ചെയ്യും. ഇനി കമൻറ്റ് പിക്കർ സൂപ്പർ പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ളൊരു കമൻറ്റിനാണ് ഗിഫ്റ്റ് നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്യും കേട്ടോ. കാരണം ഓൾമോസ്റ്റ് ഞാനിപ്പം വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വെറുതെ സൂപ്പർ പിക്ക് അങ്ങനെയൊക്കെയുള്ള ചെറിയ കമൻറ്റിന് മാത്രമാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% ഞാൻ എൻ്റേതായിട്ട് ഇഷ്ടത്തിലുള്ള ഒരു കമൻറ്റ് തന്നെ ചൂസ് ചെയ്യും കേട്ടോ. അതാണ് ന്യായം എന്ന് എനിക്ക് തോന്നുന്നു, അതാണ് നിങ്ങളും ആഗ്രഹിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് പിക്കറിൽ നിന്നും വരുന്ന കമൻറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നല്ല രീതിയിലുള്ള കമൻറ്റ്സ് ആണെങ്കിൽ ഞാനത് ചൂസ് ചെയ്യും. ഒറ്റ സെൻറ്റൻസിലുള്ള സൂപ്പർ പ്ലാൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു കമൻറ്റ്സ് ആണെങ്കിൽ ഞാനത് ചൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ തന്നെ ലക്കി ഡ്രോ, വീണ്ടും നമ്മുടെ യൂഷ്വലി ലക്കി ഡ്രോയിൽ നിന്നും ഞാൻ അങ്ങനെ ചൂസ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യും. എങ്ങനെയാണെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കമൻറ്റ് മാത്രം ഇടുന്ന ആളുകൾക്കും എൻ്റെ കസ്റ്റമേഴ്സിനും കാണുന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോയിൽ അപ്ഡേഷൻ ചെയ്യും കേട്ടോ. ആരെയും നിരുത്സാഹപ്പെടുത്താതെ അർഹിക്കുന്ന ആളുകൾക്ക് തന്നെ പ്ലാന്റ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് വാങ്ങിക്കാൻ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളവരുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ഇത് പോകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ വീഡിയോസ് അയച്ചു തരുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്ക് വീഡിയോസ് അയച്ചു തരാറുണ്ട്. ഞാൻ മാക്സിമം ഓരോ ദിവസം ഓരോ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് ആ ഒരു ടൈമാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി ഒരുപാട് എൻ്റെ ഗാലറിയിൽ കിടക്കുന്നുണ്ട്, ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജുകളും ഈ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഗാലറി ഓൾമോസ്റ്റ് എപ്പോഴും ഫിൽഡ് ആണ്. അപ്പം ഇനി എന്തെങ്കിലും ഞാൻ അപ്ഡേഷൻ ചെയ്തില്ല, യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒന്നുകൂടിയും അയച്ചു തരണം. ഞാൻ മനഃപൂർവ്വം എനിക്കൊരു 5 ചെടിയുടെ വരെ തന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി പൈസ മുടക്കി അല്ലെങ്കിൽ ഒത്തിരി എമൗണ്ടൊക്കെ മുടക്കി നല്ല രീതിയിലൊന്നും ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടൊന്നും സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ 5 പ്ലാന്റ് ആയിക്കോട്ടെ, അത് അവരുടെ ഒരു രീതിയിൽ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ ഷോർട്സ് ആക്കി ഇട്ടോളാം. അത് നിങ്ങളുടെ സംതൃപ്തിയാണ്. അത് ഞാൻ ഇനി കൊള്ളില്ലാത്തതുകൊണ്ട് ഇട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഒരുപാട് മെസ്സേജുകൾ വരുമ്പം ഞാൻ ചിലപ്പോൾ വിട്ടു പോണതായിരിക്കും. ഞാൻ അപ്പോൾ ഉള്ളത് എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ ഓരോ ദിവസവും ഞാൻ ഓരോ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇൻ കേസ് ആരുടെയെങ്കിലും ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നോളൂ കേട്ടോ. ഒരു മടിയും വിചാരിക്കേണ്ട, എനിക്ക് അയച്ചു തന്നോളൂ. ഞാൻ എപ്പോഴും തന്നെ മെസ്സേജ് വരുമ്പോൾ തന്നെ അപ്ഡേഷൻ ചെയ്യാട്ടോ എന്ന് പറയും. പക്ഷേ ഓൾമോസ്റ്റ് ഒരു ദിവസം തന്നെ 2-3 വരുമ്പോഴേക്കും ഒരെണ്ണം അപ്ലോഡ് ചെയ്യും. പിന്നത്തെ ദിവസം അങ്ങനെ വരുമ്പം അത് പയ്യെ ബാക്കിലായി പോകും. അതുകൊണ്ട് പറ്റണതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ മഹാറാണി അടർന്ന എന്നൊക്കെ പറയുമ്പോഴേക്കും ടോപ്പ് റേറ്റും ടോപ്പ് റയറും ആയിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി
കൂടി ഇങ്ങനെ വില കുറഞ്ഞത്. അപ്പോൾ ആ ഒരു ചെറിയൊരു സൈസിലുള്ള പ്ലാൻസൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്തത് ഇന്നത്തെ കസ്റ്റമർ എനിക്കിങ്ങനെ അയച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്ര ഹൈറ്റ് ആയോ അല്ലെങ്കിൽ ഇത്രയും മെച്യൂരിറ്റി ആയോ എന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും ആ ഫ്ലവറൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. ഏതായിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അയച്ചു തന്നോളൂ കേട്ടോ. ധൈര്യമായിട്ട് അയച്ചു തന്നോളൂ, ഞാനത് അപ്ഡേഷൻ ചെയ്തോളാം. കാരണം ഇനിയിപ്പോൾ ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല, അതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും തോന്നുമോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കണത് ഭംഗിയായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് വാങ്ങാൻ സാധിക്കാത്ത, ഇത് കണ്ട് മാത്രം ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവർക്കും ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴേക്കും ഭയങ്കര ഒരു ഹാപ്പി മൂഡാണല്ലോ. അപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടിക്കോട്ടെ, പുതിയ ഗാർഡൻ ഐഡിയാസ് കിട്ടിക്കോട്ടെ, ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു അനുഭവങ്ങൾ ഇങ്ങനെ പലരും ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്കും അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാവട്ടെ. അങ്ങനെ എല്ലാം കൂടെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിതിങ്ങനെ ഒരു അയച്ചു തരുമെന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നവർക്കും ഇനി അയച്ചു തരാനിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. വിട്ടുപോയേക്കണവർ, ഞാൻ വിട്ടുപോയതല്ല, ഓൾറെഡി അയച്ചയച്ച് തന്നോ കുഴപ്പമൊന്നുമില്ല, ഞാനത് ഇട്ടുകൊണ്ടിരുന്നോളാം കേട്ടോ. ഒരു ദിവസം ഒരു ഷോർട്ട്സ് ഇട്ടാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിട്ടുപോയതല്ല കേട്ടോ, ഞാൻ അയച്ചോളാം. ഇനി നമ്മൾ ഇന്നൊരു അടിപൊളി കോമ്പോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ അടുത്തൊരു കസ്റ്റമർ ലാസ്റ്റ് ടൈം ചോദിച്ചതാണ് ഈ കാണിക്കുന്ന സൈസ് തന്നെയാണോ അയക്കണേന്നുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് കോംബോയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഈ കാണിക്കുന്ന സൈസ് തന്നെയാണ് കേട്ടോ അയക്കണത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് കാര്യം പറയാറുണ്ട്, അത് വീഡിയോയിൽ തന്നെ പറയാറുണ്ട്. ഓൾമോസ്റ്റ് ഇത് ഇത്രയാണ് ഫ്ലവേഴ്സ് ഉള്ളൂ. ഇനിയിപ്പോൾ കോംബോയിൽ എടുക്കുമ്പോഴേക്കും ഒരു 5 കോംബോ 4 കോംബോയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല എന്ന് ഞാൻ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. യൂഷ്വലി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാറില്ല. ന്യൂ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ന്യൂ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂഷൻസും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ടൈം ഉള്ളതുപോലെ തന്നെ ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുമുണ്ട് കേട്ടോ. മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയുള്ളൊരു ഇഷ്ടം പോലെ മെസ്സേജുകൾ വരും. ഒരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ ടൈമിംഗ് അനുസരിച്ച് മാത്രമാണ് റിപ്ലൈ തരുള്ളൂ എന്ന് മാത്രം. കോംബോയാണെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയക്കുള്ളൂ. പിന്നെ പൂക്കളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാവുന്നതാണ്, ഒരു 3 ആഴ്ചയാണ് ഇതിൻ്റെ നോർമൽ വളർച്ചയിൽ ഒരു പൂ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബ്ലൂമിംഗ് ആണ്, ആ ഒരു പൂ പോകും, അടുത്ത പൂക്കൾ വരും. പിന്നെ നമ്മൾ കുത്തി കലക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൂക്കൾ പോകും, ആ പൂവിൻ്റെ ലാസ്റ്റിങ് കുറയും. ഷവർ വാട്ടറിങ് ആണ് ഇതിന് ഏറ്റവും നല്ലത്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ദയവ് ഇത് പോട്ട് ചെയ്യുമ്പോഴേക്കും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് പോലെയുള്ള ജൈവവളങ്ങൾ ആഡ് ചെയ്യരുത്. നഴ്സറിയിലൊക്കെ ജസ്റ്റ് പോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ. അതിനുശേഷം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും പറയണതാണ്, ഉപയോഗിക്കുകയാണെങ്കിൽ ജൈവവളങ്ങൾ ആട്ടിൻകാഷ്ടം മാത്രമാണ് കേട്ടോ ബെറ്റർ ആയിട്ടുള്ളൂ. അതും അളവ് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കെമിക്കൽ ഫെർട്ടിലൈസർ, NPK, DAP, ബൂസ്റ്റിംഗ് ഫെർട്ടിലൈസറൊക്കെ എല്ലാ 10 ദിവസം കൂടുമ്പോഴും ആഡ് ചെയ്തോളൂ. അത് വളരെ നല്ലതാണ് ചെടികൾക്ക്. നമ്മുടെ കോംബോയിലേക്ക് പോകാം. ഫസ്റ്റ് കോംബോയാണ് മഹാറാണി പ്ലസ് പിങ്ക് പാച്ച്. മഹാറാണിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റാണ്, സൈസിനാണ്. പിങ്ക് പാച്ചിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സ്. ഇതിനകത്ത് പൂക്കളുടെ എണ്ണം മാത്രം ഞാനൊരു 100% പറയത്തില്ല, കാരണം അയച്ചു തരണ അനുസരിച്ചിട്ട് ചിലപ്പോൾ പൂ പോകാം. ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ്സ് തന്നെയായിരിക്കും അയച്ചു തരണത് കേട്ടോ. പിങ്ക് പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് റെയർ വെറൈറ്റിയാണ്, അറിയാം. സക്കൂറ, പിങ്ക് പാച്ചൊക്കെ അത്യാവശ്യം നല്ല റെയർ വെറൈറ്റി തന്നെയാണ്. രണ്ടും ഓൾമോസ്റ്റ് 4 kg 5 kg പോട്ട് സൈസ് തന്നെയാണ് കേട്ടോ വരണത്. മറ്റേ മഹാറാണിയുടെ അതേ 4 kg പോട്ട് സൈസാണ്. പിങ്ക് പാച്ച് ഒരു 3 പോട്ട് മാത്രമേ 5 kg ഇരിക്കുന്നുള്ളൂ, ബാക്കി വന്നേക്കുന്നത് 4 kg ആണ് കേട്ടോ. 4 kg ചെറിയ പോട്ടിൻ്റെ മാത്രം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4 kgയുടെ മഹാറാണി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പോട്ട് സൈസ്. പക്ഷേ പ്ലാന്റ് രണ്ടും സെയിം സൈസ് തന്നെയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ, 4 kg 5 kg. അപ്പോൾ ഇന്നത്തെ കോംബോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2950 ആണ് കേട്ടോ ഈ രണ്ടെണ്ണത്തിൻ്റെ വില. ഇനി അടുത്തത് വെരിഗേഷൻ വന്നിട്ടുള്ള 4 പ്ലാന്റ്സുകളാണ്. വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പോഴേക്കും മെയിൻലി ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ. നമ്മുടെ പിങ്ക് പാച്ചും ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ്. ഹാങ്ങിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകൾ സെക്കൂറ, പിങ്ക് പാച്ച്, സമ്മർ വൈറ്റ് അങ്ങനെയുള്ള പ്ലാന്റ്സുകളെല്ലാം പർച്ചേസ് ചെയ്തോളൂ. അത് ഹാങ്ങിങ് കൂടുതൽ വരുന്ന ഒരു മോഡലിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടൈഗർ റെഡും മാർബിൾ വൈറ്റും മാജിക് ഐസ്ക്രീമും അങ്ങനെയുള്ള ടോപ്പ് റെയർ വെറൈറ്റിയുടെ ഒക്കെ ഫോട്ടോസ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നു. നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പ്ലാന്റ്സിൻ്റെ ഐഡിയ അതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും പറയും ഐഡിയ തരണം എന്നുള്ളത്. ഞാൻ ചില വീഡിയോസിൽ വിട്ടു പോകുന്നതാണ്. ഞാൻ എഴുതാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് വിട്ടു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ഐഡിയ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ
ധൈര്യമായിട്ട് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് അങ്ങനത്തെ വരാറുണ്ട് ഈ പ്ലാന്റ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലതൊന്നും പിക്ചർ കാണുമ്പോഴേക്കും നമുക്ക് അങ്ങനെ മനസ്സിലാകണമെന്നൊന്നുമില്ല, എങ്കിലും ഞാനത് കാര്യം പറയാറുണ്ട്. അറിയുന്ന എല്ലാം തന്നെ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിലാണെങ്കിലും ഏതെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് വെരിഗേഷൻ വന്നിട്ടുള്ള 4 പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ബ്ലൂബെറിയുടെ ഒരു എന്താ പറയുക വ്യത്യാസം കാണിക്കാനായിട്ടാണ് ഞാൻ ബ്ലൂബെറി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ബ്ലൂബെറി ആണ്. ബ്ലൂബെറി അത്യാവശ്യം നല്ല വിലയുള്ളൊരു വെറൈറ്റിയാണ്. ബ്ലൂബെറി കോംബോയിലില്ല. ബ്ലൂബെറിയുടെ തന്നെ സെയിം ഇലയ്ക്ക് വ്യത്യാസമുണ്ട്, പൂക്കൾ സെയിം ആണെന്ന് കാണിക്കാനാണ് കേട്ടോ ഞാനിതൊന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക്കൽ നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ നമുക്ക് ഇത് ബ്ലൂബെറി അല്ല, നിങ്ങളത് മനസ്സിലാക്കുക. കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട്. ബ്ലൂബെറിയുടെ ഇലയ്ക്ക് പൂവിന് ജസ്റ്റ് ഒരു നമ്മുടെ ഫ്ലെയിം റെഡിൻ്റെ പൂ പോലെ. ഇപ്പോൾ ചില്ലി റെഡും ഫ്ലെയിം റെഡും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും റെഡ് തന്നെയാണ്, പക്ഷേ പൂവിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ ഈ കോംബോയിൽ പറയുന്നത് 4 kg 5 kg ആയിട്ടുള്ള പോട്ടുകളാണ്. ഹവായ് വൈറ്റ്, മിസ് ഇവ വെരിഗേറ്റഡ്, ദെൻ ഹവായ് വയലറ്റ് ആൻഡ് വെരിഗേറ്റഡ് റെഡ് 4 പ്ലാന്റ്സ് ആണ്. ഹാങ്ങിങ്ങിന് പ്രയോറിറ്റി ഉള്ളവർ അത് മേടിച്ചോളുക. കോംബോ റേറ്റ് വരുന്നത് 3,500 കേട്ടോ. അടുത്തത് വീര പിങ്ക് ആൻഡ് വീര വൈറ്റ് ഹൈബ്രിഡ് വെറൈറ്റി ആണ്, നോർമൽ അല്ല, വലിയ പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയിൽ വ്യക്തമാണോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ഹൈറ്റുള്ള പ്ലാന്റ്സുകളിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്കിലുള്ളതാണ്. അത്രയ്ക്ക് ഹൈറ്റും അതുപോലെ തന്നെ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം മെച്യൂരിറ്റി വന്നിട്ടുള്ള പ്ലാന്റ്സാണ്. വീരയുടെ വൈറ്റും പിങ്കും, അതായത് ഈ ഡബിൾ പെറ്റൽസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിംഗിൾ പൂവല്ലാണ്ട് ഇങ്ങനെ പൂവിൽ കട്ടിയും അതുപോലെ തന്നെ ഡബിൾ പെറ്റലും. അപ്പോൾ ഡബിൾ പെറ്റലിൻ്റെ പോലെ തന്നെ സെയിം എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു പിങ്കും വൈറ്റും. ആ പിങ്കും വൈറ്റും കോമ്പിനേഷൻസ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എപ്പോഴും ഞാൻ പറയും വൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വെച്ചോളുക. ഒരു 3 പ്ലാന്റ് 4 പ്ലാന്റിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് വെച്ചോളുക, അടിപൊളിയായിരിക്കും. നമുക്കത് എന്നും കാണുമ്പോഴേക്കും അത് വിസിബിൾ ആയില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണുന്ന ആളുകൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയിലോ ഫോട്ടോയിലോ ഒക്കെ അതൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. കോമ്പിനേഷൻ കളേഴ്സ് എപ്പോഴും കൂടെ വയ്ക്കാൻ നോക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു വൈറ്റും ഈ ഒരു ഇതോടെ വരുമ്പോഴേക്കും നമ്മുടെ മിസ് ഹോളൻഡിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ തിമ്മയുടെയോ എന്തൊക്കെയോ ഒരു കളർ പോലെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് ഒരു കോമ്പിനേഷനായിട്ട് എല്ലാത്തിൻ്റെ കൂടെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ കോംബോ റേറ്റ് വരുന്നത് രണ്ടും വലിയ പ്ലാന്റുകളാണ്. 5 kg ആണ്, 1,800 കേട്ടോ. അപ്പോൾ ഇന്ന് അപ്ഡേഷൻ ചെയ്തിരിക്കുന്നത് 3 കോംബോസ് ആണ്. നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയൊക്കെ കാറ്റലോഗ് സെറ്റാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ നോർമലും ഹൈബ്രിഡും ഇമ്പോർട്ടഡും ആയിട്ടുള്ളൊരു 100-ലധികം വെറൈറ്റികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സീസണൊക്കെ ഗുഡ് ബൈ പറയാറായിട്ടുണ്ട്. ഒരു മാർച്ച് ആ ഒരു സമയത്തോട് കൂടിയിട്ട് നമ്മുടെ സീസൺ മിക്കവാറും കഴിയും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും പ്ലാന്റ്സൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്ലാന്റ് വേണ്ട ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ഇടൂ, സമ്മാനങ്ങൾ നേടൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.